കെഎസ്ആർടിസി പെൻഷൻ വിതരണം ചെയ്തതിൽ സർക്കാർ സഹകരണ സംഘങ്ങൾക്ക് വരുത്തിയത് വൻ കുടിശ്ശിക. സഹകരണ രജിസ്ട്രാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ വർഷം ജനുവരിയിലെ തുക മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. 12 മാസത്തിനു മുകളിൽ കുടിശ്ശിക ഇപ്പോഴും നൽകാനുണ്ട്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തിയാണ് കെഎസ്ആർടിസി പെൻഷൻ വിതരണവും സർക്കാർ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തെ ഏൽപ്പിച്ചത്. എന്നാൽ പെൻഷൻ നൽകിയ വകയിൽ വൻ കുടിശ്ശിക സർക്കാർ വരുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പണം അനുവദിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറായിരുന്നില്ല. ഇതോടെ കെഎസ്ആർടിസിയിൽ പല മാസങ്ങളിലും പെൻഷനും മുടങ്ങിയിരുന്നു. നിലവിൽ പെൻഷൻ വിതരണം ചെയ്ത തുക ആവശ്യപ്പെട്ട് സഹകരണ വകുപ്പ് പലതവണയാണ് ധനവകുപ്പിന് കത്ത് നൽകിയത്. ഒടുവിൽ കഴിഞ്ഞ വർഷം ജനുവരിയിലെ തുക മാത്രം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. അതായത് 12 മാസത്തിനു മുകളിൽ ഇപ്പോഴും കുടിശ്ശിക നിലനിൽക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെൻഷൻ നൽകുന്നതിൽ നിന്ന് സഹകരണ വകുപ്പ് പിന്മാറാൻ സാധ്യതയുണ്ട്. നേരത്തെ പലിശയുമായി ബന്ധപ്പെട്ടും സഹകരണ വകുപ്പ് തർക്കം ഉന്നയിച്ചിരുന്നു. ഒടുവിൽ പലിശ ഉയർത്തിയതോടെയാണ് പെൻഷൻ നൽകാൻ സഹകരണ വകുപ്പ് തയ്യാറായത്. ആർ രാജി, ജനം, തിരുവനന്തപുരം.